മനുഷ്യൻ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചാൽ, അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരാൾ പറയുന്നത് അധികരിപ്പിച്ചാൽ, ജഅലഹുല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിഷമ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കുന്നതാണ്. വമിൻ കുല്ലി ദികിം മഖ്റജാ വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അല്ലാഹു അവന്റെ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കുന്നതാ, ഊരാ കുടുക്കുകളെ മാറ്റി കൊടുക്കുന്നതാ, പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു മോചനം നൽകുന്നതാ. അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തില് അവന്റെ ജീവിതത്തിലേക്ക് വലിയ ഖൈറാത്തുകൾ, സമ്പത്തുകൾ, അതുപോലെ തന്നെ ലാഭങ്ങൾ അല്ലാഹു കൊടുക്കുന്നതാണ്. കാരണം, ഒരൊറ്റ കാരണം മാത്രമാണ്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണേ. പ്രത്യേകിച്ച് മഗ്രിബ് നമസ്കാരത്തിന്റെ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്, ഇത് പരിശുദ്ധമായ ശഅബാൻ മാസമാണല്ലോ. പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാര് മഗ്രിബിന്റെ സമയമാകുമ്പോ മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് മഗ്രിബ് ബാങ്ക് 6:30 6:15 മുതൽ തന്നെ ഉമ്മമാര് അതുപോലെ ഉപ്പമാര് സിറ്റൗട്ടിലിരുന്ന് ഇങ്ങനെ ദിക്ർ ചൊല്ലാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇത് നമ്മൾ പറയാറുണ്ടല്ലോ. ആ ഇസ്തിഗ്ഫാറിന്റെ വചനം നമ്മൾ ഇങ്ങനെ അധികരിപ്പിക്കണേ. മക്കളില്ലാത്തവരെ, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് സങ്കടം പറയുന്നവരുണ്ട്. ആ സങ്കടത്തിനുള്ള പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. കച്ചവടത്തിൽ ലാഭമില്ല എന്ന് പറയുന്നവരെ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. മക്കളുടെ സ്വഭാവം നന്നാകുന്നില്ല എന്ന് പറയുന്നവരെ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ.